അച്ഛാമാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, പെട്ടെന്ന് നമുക്ക് ലെവലും എങ്ങനെ കൂടാമെന്നുള്ളൊരു ട്രിക്കാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഒന്നാമത്തേന്ന് വെച്ചാൽ നമ്മൾ കസീനോയിൽ സ്പിന്നാണ് ഗൈസ്. സ്പിന്നിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് സ്പിന്ന് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത കുറേ പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഇതിൽ പൈസ ഉണ്ടാക്കാൻ നമുക്ക് കുറേ വഴികളൊക്കെ ഉണ്ട്. ലെവൽ കൂട്ടാനും കുറേ വഴികളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഉടനെ വരുന്നതാണ്. അതേപോലെ തന്നെ ഈ ഗെയിമിനെ മനസ്സിലാവാത്ത കുറേ പേരുണ്ട്. അതിനെക്കുറിച്ചൊരു ഫുൾ ഗ്രാൻഡ് മൊബൈലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പോൾ ഗൈസ് അതിനെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കസീനോയിൽ സ്പിൻ ചെയ്യണതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കസീനോയിലൊരു 10 സ്പിന്നുണ്ട്. അപ്പോൾ 10 സ്പിന്നിൽ നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്, എത്ര പൈസ കിട്ടുന്നുണ്ട്, കാര്യങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമുക്ക് കസീനോയിൽ പോകണമെന്ന് വെച്ചാൽ നാവിഗേറ്ററിൽ എടുത്തിട്ട് അതിൽ ഫൺ ആക്ടിവിറ്റി ഉണ്ട്. ഫൺ ആക്ടിവിറ്റിയിൽ ഗ്രാൻഡ് കസീനോ ഉണ്ട് ഗൈസ്. ആ ഗ്രാൻഡ് കസീനോയിൽ കൊടുത്താൽ മതി, നമുക്ക് നേരെ അവിടെ എത്തുന്നതാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഫാമിലി ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫാമിലി ഗാരേജിൽ കയറി നമുക്ക് ഗാരേജിൽ നിന്നാണ് നമുക്കൊരു വണ്ടി എടുക്കാം. നമുക്ക് ഡിഫൻഡർ തന്നെ എടുക്കാം. നമുക്ക് ഡിഫൻഡറിൽ നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പം മച്ചാന്മാരെ, ഇപ്പോൾ കസീനോയിൽ എങ്ങനെയാണ് സ്പിന്ന് കിട്ടണേന്ന് അറിയാമെന്ന് വെച്ചാൽ നമ്മളാ മാപ്പിൽ തന്നെ കാണിക്കും 2.5 മണിക്കൂർ. നമ്മൾ ഈ മാപ്പിൽ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോ ഗെയിമും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തെ തന്നെ 2.5 മണിക്കൂർ കൂടുമ്പോഴാണ് ഓരോ സ്പിന്ന് കിട്ടുന്നത്. ആ സ്പിൻ നമുക്ക് ഈ മാപ്പിൽ RPയിൽ തന്നെ നമുക്ക് എഴുതി കാണിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കസീനോ എത്തിയിട്ടുണ്ട്. കസീനോ അകത്ത് കയറി നമുക്ക് എത്ര സ്പിന്നുണ്ടെന്ന് നോക്കാം. എനിക്ക് ഏകദേശം ഒരു 10 സ്പിൻ ഉണ്ടെന്നാണ് തോന്നണത്. അപ്പോൾ നമുക്ക് എത്രയും നോക്കാം, കറക്റ്റ് നോക്കാം. കൈസ് ഇവിടെയാണ് കൈസ്, ഇതൊക്കെയാണ് ബ്ലാക്ക് ജാക്കും റഷ്യൻ റൂട്ടൊക്കെയാണ് അവിടെ ഗെയിം കളിക്കുന്നത്. അപ്പോൾ കൈസ് ഇപ്പോൾ എനിക്ക് കയറാൻ നേരത്ത് 41 ESP ഉണ്ട്. അപ്പോൾ എനിക്ക് ഇനി ഇറങ്ങാനത്ത് എത്ര ESP ഉണ്ടെന്ന് നോക്കാം കൈസ്. അപ്പോൾ എനിക്ക് 10 സ്പിന്നുണ്ട്. അപ്പോൾ 10 സ്പിൻ നമുക്ക് ഒന്നാമത്തെ സ്പിൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഒന്നാമത്തെ സ്പിൻ നമുക്ക് എന്തൊക്കെ കിട്ടണം നോക്കാം ഗൈസ്. എനിക്ക് 5 ESP കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത ചെയ്ത് നോക്കാം. രണ്ടാമത്തെ സ്പിന്ന് ഗൈസ് പോയി മൂട് പോയി. അഴുക്ക സ്കിന്ന് കിട്ടി ഗൈസ്, അഴുക്ക സ്കിന്ന്. ഇതൊക്കെ ഇതിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല, ഈ സ്കിന്നുകൊണ്ട് ഒരു പ്രയോജനമില്ല ഗൈസ്. നമുക്ക് അടുത്ത സ്പിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തൊരു കിട്ടുമെന്ന് നോക്കാം ഗൈസ്. കിട്ടി ഗൈസ്, 2000 ചിപ്പ് കിട്ടി ഗൈസ്. 2000 ചിപ്പ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്താൽ നമുക്ക് 1,95,000 നമുക്ക് കിട്ടും. അപ്പം പൊളിച്ച് ഗൈസ്, പൊളിച്ച്. നമുക്ക് അടുത്ത സ്പിന്നിൽ ഇതെനിക്കത്ര പോരാ. സ്പിന്ന് പോയി 3 ESP കിട്ടിയിട്ടുള്ളൂ, സീനില്ല. നമുക്ക് അടുത്ത് ചെയ്യാൻ 6 ഉണ്ടല്ലോ ഗൈസ്. നമുക്ക് ഇനി അടുത്ത് ചെയ്യാം ഗൈസ്. വീണ്ടും ഇത് തന്നെ ഗൈസ്. എന്തുവാണ് ഗ്രാൻഡ് മൊബൈൽ ഇത്. നമുക്ക് അടുത്ത് ചെയ്യാം. നമുക്ക് അടുത്തുകൊണ്ട് നമുക്ക് ഒരു BMW ഒക്കെ തന്നാൽ കൊള്ളായിരുന്നു ഗൈസ്. BMW ആണ് ചോദിച്ചത്, എനിക്ക് ഈ കാറല്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈ കാർ നമുക്ക് സെയിൽ ചെയ്താൽ 1 ലക്ഷം കിട്ടുന്നതാണ്. BMW ഒക്കെ കിട്ടി നമുക്ക് പിന്നെ പക്ഷെ നമ്മൾ അടുത്ത സ്പിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത സ്പിന്ന് ഗൈസ്. ഒക്കെ 10 ESP ഒക്കെ എനിക്ക് ഈ 3 എനിക്ക് വേണ്ട. 10 അല്ലെങ്കിൽ എനിക്കൊരു കാറ് BMW മതി. അടുത്ത സ്പിന്ന് വീണ്ടും കാർ കിട്ടിയിട്ടുണ്ട്, സീനില്ല. 1,00,000 എത്രയാണ്, 1,25,000 ഈ കാറിൻ്റെ റേറ്റ്. അപ്പം നമുക്ക് 1,00,000 വിൽക്കാം, സീനില്ല. പക്ഷെ നമുക്ക് അടുത്ത സ്പിന്നും ചെയ്തിട്ടുണ്ട് ഗൈസ്. അടുത്ത സ്പിന്ന് ഗൈസ്, ഇത് നമ്മളെ ഡ്രസ്സിൻ്റെ ഈ സൈഡിൽ വെക്കുന്ന സാധനമാണ് ഗൈസ്. ഇത് നമുക്ക് എന്തൊരു കിട്ടിയെന്ന് നോക്കും. ഷാർക്ക് കിട്ടിയിട്ടുണ്ട്, സീനില്ല. അത് കുഴപ്പമില്ല ഗൈസ്, നമുക്ക് വിൽക്കാം. വിറ്റാൽ 30,000 കിട്ടുന്നതാണ്. നമുക്ക് ഇനി ലാസ്റ്റ് സ്പിന്ന് നമുക്ക് എന്തൊരു കിട്ടണം നോക്കാം ഗൈസ്. 1000 ചിപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് 1000 ചിപ്പ് കിട്ടിയിട്ടുണ്ട്. 1000 ചിപ്പ് ആപ്പം എനിക്ക് 95,000 കിട്ടും. അപ്പം നമുക്ക്
കയറുന്ന സമയത്ത് 41 ഇപ്പം 52 SP ആയിട്ടുണ്ട്. സീനില്ല ഗൈസ്. പ്രാവശ്യം കുഴപ്പമില്ലാത്ത സ്പിന്നാണ് എനിക്ക് കിട്ടിയത്. ചിലപ്പോഴൊക്കെ വലിപ്പിക്കും ഗൈസ്, ഗ്രാൻഡ് മൊബൈൽ വലിപ്പിക്കും ഗൈസ്. ഇവിടെയാണ് ചിപ്പ് എക്സ്ചേഞ്ച് ചെയ്യണത്. അപ്പം നമുക്ക് ഒരു ചിപ്പ് മേടിക്കണേന് 100 രൂപ ആവും. അല്ല ചിപ്പ് എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് 95 കിട്ടുള്ളൂ ഗൈസ്. 3000 എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം 3000 എക്സ്ചേഞ്ച് ചെയ്ത് എനിക്ക് 2,85,000 രൂപ കിട്ടിയിട്ടുണ്ട്. 2,85,000. പിന്നെ എനിക്ക് 2 കാറ് അപ്പം 5 ലക്ഷവും പിന്നെ ഈ ഒരു ഷാർക്ക്. അപ്പോൾ ഒരു 5,50,000 എനിക്ക് ഈ ഒരു 10 സ്പിന്നിൽ തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ലെവലും കൂടിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് നമുക്ക് ഈ ഒരു 10 സ്പിന്നെന്ന് വെച്ചാൽ ഏകദേശം കുറച്ച് കളിച്ചാൽ മതി ഗൈസ്. ഒരു 10 സ്പിന്ന് നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ കളിക്കാൻ നേരത്ത് തന്നെ കൂടുന്നതാണ്. നമ്മളിങ്ങനെ അതിന് വേണ്ടി മാത്രം കളിക്കില്ല ഗൈസ്. ഇതിന് ബാക്കിയെല്ലാം നോക്കിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു ഗെയിം ഇങ്ങനെ കളിച്ച് പോകുന്നിടത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്പിന്ന് വരുന്നതാണ് ഗൈസ്. എന്തായാലും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. വേറെ കുറേ വഴികളുണ്ട് ഗൈസ്. ഇത് പതുക്കെ വീഡിയോ ആയിട്ട് വരുന്നതാണ് ഗൈസ്. ഇത് ഇത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.